ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കമലേശ്വരത്തെ പ്രിയങ്കരയായ കൗൺസിലർ ശ്രീമതി വിജയകുമാരി ആണ് നമ്മോടൊപ്പം ഈ എപ്പിസോഡിലുള്ളത്. സ്വാഗതം മാഡം. സ്വാഗതം മാഡം, നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണ നേട്ടങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ആ വാർഡിനകത്ത് മാഡം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്കൂടെ അറിയാനൊരു ആഗ്രഹമുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാം. കമലേശ്വരം വാർഡിൽ 5 വർഷത്തിനിടയ്ക്ക്, 5 4.5 വർഷമായിട്ടുള്ളൂ, 4.5 വർഷത്തിനിടയ്ക്ക് ഏകദേശം 26 കോടി 55 ലക്ഷം രൂപയ്ക്ക് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ഫണ്ടും ഉൾപ്പെടെ, അതായത് MLA ഫണ്ട്, നമ്മുടെ കോർപ്പറേഷൻ്റെ ഫണ്ട്, അതെല്ലാം കൂടി ചേർന്നാണ് ഞാൻ ഈ പറയുന്നത്. ടോട്ടലി ഞാൻ 29 കോടി 8 ലക്ഷത്തി ചില്ലുവാനം രൂപയ്ക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ റോഡുകളുണ്ട്. 29 കോടി. അപ്പം അതിൽ റോഡുകളുണ്ട്, പിന്നെ കൺവെർട്ടുകളുണ്ട്. അതായത് നമ്മുടെ MLA ഫണ്ടിൽ നിന്ന് 2 കൺവെർട്ട് എനിക്ക് 1 കോടി ചില്ലുവാനം രൂപയ്ക്ക്, അതായത് ഒരു കൺവെർട്ടിന് 86 ലക്ഷവും 1 കൺവെർട്ടിന് 55 ലക്ഷവും, അങ്ങനെ അതായത് കരിയൽ തോടിൻ്റെ കുറുകെ കൂടി 2 പാലം പണിതതാണ്. അത്രയും MLA ഫണ്ടിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ തന്നെ കരിയൽ തോടിൻ്റെ കുറച്ച് താഴ്ന്ന ഭാഗങ്ങൾ ഉയർത്തി കെട്ടി സ്ലാബ് ഇടുന്നതിന് വേണ്ടി ഒരു വശത്ത് 55 ലക്ഷം, ഒരു ഭാഗത്ത് ഒരു 58 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് MLA ഫണ്ട്. പിന്നെ അതല്ലാതെ തന്നെ നമുക്ക് ഹൈമാക്സ് ലൈറ്റ് 3 അനുവദിച്ചിട്ടുണ്ട്. അത് വെച്ച് സ്ഥാപിച്ചിട്ടില്ല, പക്ഷേ അതിന് അനുവാദം അത് നമുക്ക് സാങ്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്കൂളിൽ നമുക്ക് എൻ്റെ വാർഡിനകത്ത് ഒരു കമലേശ്വരം എന്ന് പറയുന്ന ഒരു സ്കൂള്, JHS സ്കൂൾ മാത്രമേ ഉള്ളൂ. ഒരു സ്കൂളേ എൻ്റെ വാർഡിനകത്തുള്ളൂ. ആ സ്കൂളിന് ഹൈസ്കൂള്, അതെ, ആ സ്കൂളിന് 8 കോടി നമുക്ക് ഫണ്ട് MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അംഗൻവാടി 4 ഉണ്ട്. സ്വന്തമായിട്ട് 1 മാത്രമേ ഉള്ളൂ. അത് മറ്റേ 3 നമുക്ക് വാടകയ്ക്കാണ്. നമുക്ക് സ്ഥലമില്ല, കോർപ്പറേഷൻ്റെ സ്ഥലമില്ല. ഇല്ലെങ്കിൽ നമുക്ക് 1-2 അംഗൻവാടിക്കും കൂടി നമുക്ക് കെട്ടിടം പണി ചെയ്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കോർപ്പറേഷൻ്റെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. നമുക്കിന് നേരെ ആരോഗ്യ മേഖലയിലേക്ക് വരാം. ശുചീകരണം, അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ മേഖലയിലുള്ള അവിടെ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഇനി എന്തൊക്കെയാണ് നമ്മൾ കയ്യിലുള്ളത് ചെയ്യാനായിട്ട്? ശുചീകരണത്തിന് ഇപ്പം ഹരിതകർമ്മ സേന ഏർപ്പെടുത്തിയിട്ടുണ്ട്. 14 സ്റ്റാഫുകൾ നമ്മളിലുണ്ട്. ആ 14 പേരും എല്ലാ വീടുകളിൽ നിന്നും ഏകദേശം 3116 വീട് എൻ്റെ വാർഡിനകത്തുണ്ട്. അതിൽ 2800 വീട് വരെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഭക്ഷണം, അതായത് ജൈവ മാലിന്യം അവരെടുക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ ഡംപ് ചെയ്യാനുള്ള സംവിധാനം കോർപ്പറേഷൻ അല്ല ഹെൽത്തിൽ നിന്ന് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ഈ സാധനങ്ങളെല്ലാം വെളിയിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വാർഡ് ഇപ്പം ഏത് രീതിയിൽ നോക്കിയാലും നല്ല ശുദ്ധമായിട്ട് നല്ല രീതിയിൽ കിടക്കുകയാണ്. റോഡിലേക്ക് ചവറില്ലാതാണ് പറയുന്നത്. ഇല്ല, അത് മറ്റേ ശുചീകരണ തൊഴിലാളികൾ അതും ചെയ്യുന്നുണ്ട്, കറക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശുചീകരണ തൊഴിലാളികൾ കുറവാണ്, 6 പേരേ ഉള്ളൂ എൻ്റെ വാർഡിനകത്ത്. എങ്കിലും അവർ കഴിവിൻ്റെ പരമാവധി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ക്ലീനിങ് വിഭാഗം. ആരോഗ്യ വിഭാഗത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഹെൽത്ത് സെന്റർ, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നഗരസഭയുടെ അവിടെ ഉണ്ടോ? ഉണ്ട്. ഒരു ഹെൽത്ത് സെന്റർ ഞാനിപ്പം പണി പൂർത്തീകരിച്ചു. അത് 72 ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ ഫണ്ട് അനുവദിച്ചത്. അതനുസരിച്ച് പൂർത്തീകരിച്ച് കിടക്കുകയാണ്. പക്ഷേ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. ഇപ്പൊ ചെയ്ത ഏറ്റവും അവസാനത്തെ വികസന സംഭവം, വലിയ സംഭവം, അതെ, അവസാനം ഞങ്ങൾ ചെയ്ത ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിതാണ്. അത് ഏകദേശം 2 കോടിയോളം രൂപയായിട്ടുണ്ട്. 1 കോടി 76 ലക്ഷം രൂപയാണ് ഫണ്ട്. അതല്ലാതെ അതിനകത്തുള്ള ഫർണിച്ചറും മറ്റുള്ളതെല്ലാം കൂടി നമുക്ക് 2 കോടിയോളം ആയിട്ടുണ്ട്. അല്ല, അവിടെ സ്ഥലം ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് 50 സെന്റ് സ്ഥലം മുമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു 10 കട വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുകയായിരുന്നു. 10 കടയും, അതായത് വർഷങ്ങൾക്ക് മുന്നേ പണിത കടകളാണ്. അപ്പോൾ അതിനെ പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് ഞാൻ ഈ ഹെൽത്ത് സെൻറ്റർ ഒരു ഭാഗത്തും ഈ പിന്നെ കമ്മ്യൂണിറ്റി ഹാളും പണിതത്. അപ്പം നമുക്ക് ഏകദേശം നല്ല എന്തോന്ന് ഗതാഗത സൗകര്യം, പാർക്കിംഗ് ഏരിയയും എല്ലാം കിട്ടി. അപ്പൊ അത് കമലേശ്വരത്ത് ഏത് ഭാഗത്തായിട്ടാണ് നമുക്ക് വരുന്നത്? കാരണം നമുക്ക് ഞങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റുന്നതാണോ എന്നറിയാം. ഞാൻ മീൻസ് പബ്ലിക്കിലാണ് ഉദ്ദേശിക്കുന്നത്.
MLA റോഡ് കമലേശ്വരം വാർഡിലെ MLA റോഡിലെ, അതായത് ഹൈവേക്ക് തൊട്ട് മുന്നേ വെള്ളരിപ്പണ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഹാള് പണിതിരിക്കുന്നത്. എത്ര രൂപ വാടക ഇപ്പൊ നിശ്ചയിച്ചിട്ടുണ്ട്? വാടക ഇപ്പം നമ്മൾ കോർപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത്, കോർപ്പറേഷൻ നേരിട്ടാണ് ഇതിപ്പം നടത്തുന്നത്. മറ്റേ ഇവർക്ക് കൊടുത്തിട്ടില്ല, അതായത് കോൺട്രാക്ട് ബേസ് ചെയ്ത് കൊടുക്കാതെ കോർപ്പറേഷൻ നേരിട്ട് ചെയ്യുകയാണ്. 25,000 രൂപയാണ്, 2 നിലയാണ്. താഴെ അതായത് 600 പേർക്ക് ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, സിറ്റിംഗ് കപ്പാസിറ്റി. അതുപോലെ താഴെ 300 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ഹാളുമാണ് അത്യാവശ്യം. അതുപോലെ പിന്നെ കല്യാണത്തിൽ പയ്യനും പെൺകുട്ടിക്കുമുള്ള പ്രത്യേക റൂമുകൾ, അതിനുള്ള അറ്റാച്ച്ഡ്, അതിനകത്ത് എന്തൊക്കെ വേണോ അതെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാ രീതിയും AC ഉൾപ്പെടെയുള്ള ഫുൾ AC ആണ്. അല്ല, മുകളിൽ മാത്രമേ AC ഉള്ളൂ, താഴെ AC ഇല്ല. ഭക്ഷണത്തിനെല്ലാം മുകളിൽ ഓഡിറ്റോറിയം AC ആണ്. അപ്പം 25,000 രൂപയാണ് വാടക പ്രതീക്ഷിച്ചിട്ടുള്ള വലിയ സംഭവമാണ്. അത്യാവശ്യം ഓടി ആൾക്കാർ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പം തന്നെ നമുക്ക് 5-ാം തീയതിയാണ് നമ്മൾ ഉദ്ഘാടനം നടത്തിയത്. ഇപ്പൊ 19 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനോട് സന്തോഷം കണ്ടു, കൗൺസിലർക്കാരുടെ ആ ഒരു സന്തോഷം. എനിക്ക് തോന്നുന്നു കൗൺസിലർ വന്നതിന് ശേഷമാണ് ആ സ്ഥലത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ 4.5 വർഷം കൊണ്ട് ഇത് പൂർത്തീകരിച്ച് ഈ ഒരു സംഭവം കൊണ്ടുവന്ന് അതൊരു കഴിവ് തന്നെയാണ്. തീർച്ചയായിട്ടും 25,000 രൂപയ്ക്ക് ഒരു മണ്ഡപം, AC മണ്ഡപം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ സന്തോഷം തന്നെയാണ്. ഇനി അടുത്ത ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാനുണ്ടോ മാഡത്തിന്റെ മനസ്സിനകത്ത്? ഇല്ല, ഇനിയിപ്പം പ്രോജക്റ്റ് ഒന്നുമില്ല. ഇനി റോഡുകൾ കുറച്ച് ബാക്കി ബാലൻസ് വർക്കുകൾ ചെയ്യാനുണ്ട്. അതും കൂടി ഫിനിഷ് ആകുമ്പോൾ നമ്മളുടെ ഏറ്റവും കഴിയും. എന്തായാലും എല്ലാ റോഡുകളും എൻ്റെ വാർഡിനകത്ത് മിക്ക റോഡുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇട റോഡുകളായാലും എല്ലാ റോഡുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി 1-2 ഇട റോഡുകൾ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ റോഡും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ LRRP എന്ന വർക്കിൻ്റെ അതിലനുസരിച്ച് 2 വർക്ക് എനിക്ക് ഇട്ടിട്ടുണ്ട്. അത് 1,30,00,000 രൂപ. അതിൽ 2 റോഡ്, നല്ല വലിയ റോഡാണ്. ആ 2 വലിയ റോഡും കൂടി പണി തുടങ്ങിയിട്ടുണ്ട്. നഗരസഭയിൽ 4.5 കോടി രൂപ വാങ്ങിച്ചു കഴിഞ്ഞു. 4.5 കോടിയല്ല, 5,90,00,000 വാങ്ങി. അല്ല, അത് നഗരസഭയുടെ നമ്മുടെ പ്ലാൻ ഫണ്ടിൻ്റെ സംഭവമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അല്ലാതെ തന്നെ നമ്മുടെ ഈ കെട്ടിടം, അതായത് കമ്മ്യൂണിറ്റി ഹാളും ഹെൽത്ത് സെന്ററും കോർപ്പറേഷന്റെ ഫണ്ടാണ്. അതായത് അത് വേറെ ഫണ്ടാണ്. അതായത് 2 കോടി ഇതിനും, മറ്റേത് 76 ലക്ഷം. ഇതാണ് ഇതിപ്പോൾ നിലവിൽ ഉള്ള ഒരു സംഭവം. നമുക്കിനി പോകാം നമ്മുടെ കാർഷിക മേഖലയിൽ എന്തൊക്കെയാണ് അവിടുത്തെ പബ്ലിക്കിന് കൊടുത്തിട്ടുള്ള സംഗതികൾ. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. ശ്രീമതി വിജയകുമാരി, കമലേശ്വരം വാർഡിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഒരുപാട് വികസനത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു, നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ എന്തെങ്കിലും പുതിയ ആവശ്യങ്ങളുണ്ടോ എന്നറിയാനായി താങ്കളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സംസാരിക്കാം വിജയകുമാരിയുടെ. ഹലോ. ഹലോ, പറയുന്നു. നിലവിൽ അവിടെ അത്യാവശ്യം വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട്. റോഡുകളുടെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ റോഡുകളും ആയിട്ടുണ്ട്. റോഡുകൾ വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ വിഷയങ്ങളും വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ചില റോഡുകളുടെ പണി ഉടനെ പൂർത്തിയാകുമോ ഇല്ലെന്ന് അറിയാനുള്ള ആശങ്ക കൂടിയുണ്ട്. അത് ഉടനെ പൂർത്തിയാവുന്നുണ്ട്. അത് ഏതൊക്കെ റോഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൂടെ പബ്ലിക്കിനോട് മനസ്സിലാക്കാനാണേ. അതായത് കൗൺസിലറുടെ തന്നെ ഓഫീസ് ഇരിക്കുന്ന ആ ഒരു റോഡ്, അതായത് ആര്യൻകുഴിയിൽ നിന്ന് ഗണപതി ഹോളിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ്, ആ റോഡ് ഉടനെ ചെയ്യുന്നുണ്ട്. അത് ടെൻഡർ ആയി കഴിഞ്ഞു. അയാൾ അടുത്ത ആഴ്ച പണി തുടങ്ങുന്നുണ്ട്, കോൺട്രാക്ടർ കേട്ടോ. അടുത്ത ആഴ്ച തന്നെ പണി തുടങ്ങും. അതുപോലെ പിന്നെ ഒരു സംശയം കൂടെ ഉള്ളത്, നമ്മുടെ ആര്യൻകുഴിയിൽ നിന്ന് ഹൈവേയിലോട്ട് പോകുന്ന അവിടുത്തെ ഒരു കൽവത്ത് ഉണ്ടല്ലോ, അതിന്റെ പണി ഉടനെ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൂടെ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളക്കെട്ടിന്റെ ഒരു പരിഹാരം ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ നാട്ടുകാർ വിശ്വസിക്കുന്നത്. അത് ഉടനെ ഉണ്ട്, അത് ഉടനെ തുടങ്ങും കേട്ടോ. മനു. ഓക്കെ മനു, താങ്ക് യു. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി.
ഡോക്ടർ രഹന, ആൽഫ ഹിൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തിയോൺ IV ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്സ്. ആന്റി ഏജിംഗിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴി വന്നിട്ട് 153 പേർക്ക് കൊടുത്തിട്ടുണ്ട്. കൃത്യം കണക്കാണ് കേട്ടോ. കൃത്യമായിട്ട് 153 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ വർഷവും എടുക്കണോ അത് കൃത്യമായിട്ട് അറിയാം. പിന്നെ ആട് 5 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് അതും കൃത്യമായിട്ട് അറിയാം. കാരണം അങ്ങനെ ആട് വളർത്താനുള്ള സാഹചര്യം സ്ഥലമില്ല. അതുകൊണ്ട് 5 പേരെ അത് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ പശു 2 പേരെ വാങ്ങിയിട്ടുള്ളൂ. നമുക്ക് അമൃത് പദ്ധതിയിലൂടെ നമ്മൾ എത്ര വീടുകൾക്ക്, മിക്കവാറും എല്ലാ വീടുകളുടെ വെള്ളം കാണും, നമ്മൾ എത്ര വീടുകൾക്ക് സൗജന്യമായിട്ട് നമ്മൾ വെള്ളം കൊടുത്തിട്ടുണ്ട്? സൗജന്യമായിട്ട് 1700ഓളം വീടുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം സൗജന്യമായിട്ട് കൊടുക്കുന്നതെന്നറിയില്ല. കാരണം ലൈൻ വലിക്കുമ്പോഴത്തേക്കും മിക്ക വീടുകളിലും നമ്മൾ കണക്ഷൻ ചേർത്ത് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ 1750 വീടുകളോളം കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ അമൃത് പദ്ധതി അല്ലാതെ തന്നെ നമ്മുടെ കോർപ്പറേഷന്റെ ഫണ്ട് ഉപയോഗിച്ചും 430 പേർക്ക് കൊടുത്തിട്ടുണ്ടാവും നമ്മൾ സൗജന്യമായിട്ട്. അതിൽ തെരുവ് വിളക്കുകൾ, ഇപ്പം നേരത്തെ അതിന് കൗൺസിലർ പറഞ്ഞു തെരുവ് വിളക്കുകൾ അണഞ്ഞു കഴിഞ്ഞാൽ കത്തക്കാരുടെ വലിയ പാടാണെന്ന് പറഞ്ഞു. ശരിയാണോ? തെരുവിളക്കുകളിൽ കുറച്ച് പ്രശ്നമുണ്ട്. ഇപ്പം ഏകദേശമൊക്കെ കത്തിച്ചിട്ടുണ്ട്. നേരത്തെ നമുക്ക് കുറച്ച് എന്താണ് ആ പ്രശ്നം എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏജൻസി കൊടുത്തു അങ്ങനെ ഒരു വിഷയം വന്നതിൽ അത്, അതായത് 100 വാർഡില്ലേ 3 ഏജൻസികളാണ് എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് റൊട്ടേറ്റ് ചെയ്താണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ കുറച്ച് ഡിലേ ആവുന്നുണ്ട്. KCB മൊത്തം കേരളത്തിൽ മൊത്തം കൊടുത്തിരിക്കുന്നല്ലേ അങ്ങനെ ഒരു വിധിച്ചു കൊടുത്തിരിക്കുന്നത്? നഗരസഭയ്ക്ക്, മുനിസിപ്പാലിറ്റികൾ, തിരുവനന്തപുരത്ത് നഗരസഭയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പൊ അത് മാറ്റാനായിട്ടൊരു ശ്രമം നടത്തിക്കൂടെ? മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പം അവര് മാറ്റുന്നുണ്ടെന്ന അറിവ്. അവിടെ മാറ്റിയിട്ട് വേറെ പുതിയ ഏജൻസി കൊടുക്കുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്ര ഈ പെൻഷൻ അവിടെ എത്ര പേര് വാങ്ങുന്നുണ്ട്? പലതരത്തിലുള്ള പെൻഷൻ ഉണ്ടല്ലോ. എത്ര പേര് വാങ്ങുന്നുണ്ട് പറയാൻ പറ്റും? 165 പേരോളം വാങ്ങിയിട്ടുണ്ട്. അത് ഈ വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷനും നിലവിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. വികലാംഗ പെൻഷൻ അതെല്ലാം കൂടെ ഉൾപ്പെടെതാണ്. കട്ടില് അങ്ങനെ കൊടുത്തിട്ടുള്ള കട്ടില് ഏകദേശം 120 പേർക്കൊട്ടും കൊടുത്തിട്ടുണ്ട് 5 വർഷം കൊണ്ട്. 5 വർഷം കൊണ്ട്. കാരണം നമ്മളവിടെ അത്ര എന്ന് പറയുന്നത് ദാരിദ്ര്യ മേഖലയ്ക്ക് താഴെ ആണോ നമ്മളിപ്പോ ആ വാർഡിന് എത്ര പേരുണ്ടാവും? അതിൽ 5 പേരുണ്ട്. അതിദാരിദ്ര്യം അങ്ങനെ അതിദാരിദ്ര്യമില്ല. അതിദാരിദ്ര്യം ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ചിലർക്ക് വീട് കാണും, മറ്റുള്ള ഭക്ഷണ സാധനങ്ങൾ കിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. മെഡിസിൻ ഇതൊന്നും കിട്ടാതിരിക്കും. ചിലർക്ക് ഒന്നും കാണില്ല. അങ്ങനെയുള്ളത്. അങ്ങനെ 5 പേരാണ് നമ്മൾ. അങ്ങനെ വരുന്നവർക്ക് നഗരസഭ എന്തൊക്കെയാണ് സഹായങ്ങൾ ചെയ്തത്? അതിൽ ഒരാൾക്ക് വന്നിട്ട് ഒരു വീട് കൊടുത്തിട്ടുണ്ട്. അവര് കല്ലടിമുഖത്ത് ഒരു ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർക്കെല്ലാം ഇത്രയും നാള് കുടുംബശ്രീ വഴി ഭക്ഷണവും അല്ലാതെ ഹെൽത്ത് വഴി മെഡിസിനും കൊടുത്തോണ്ടിരുന്നു. ഈ കുടുംബശ്രീ വഴി ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് പബ്ലിക്കിന്റെ പൈസ കൊണ്ടാണോ അവരുടെ എന്തെങ്കിലും വരുമാനം വെച്ചിട്ടാണോ അത് ചെയ്യുന്നത്? ഇല്ല, കോർപ്പറേഷൻ കൊടുക്കുന്നതാണ്. കോർപ്പറേഷൻ കുടുംബശ്രീ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഭക്ഷണം ഉണ്ടാക്കി ഇവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഈ 5 വീട്ടുകാർക്കും 5 പേർക്കും 5 പേരുടെ വീട്ടിലും കൊടുക്കുന്നുണ്ട്. കൊണ്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. രോഗികളായിരിക്കാം അല്ലെ? രോഗികളാണ്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ.
കമലേശ്വരത്തെ പ്രിയങ്കരിയായ കൗൺസിലർ വിജയകുമാരി ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ വികസനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞായിരുന്നു. അപ്പൊ ഇനി അവിടെ എന്തെങ്കിലും പുതിയ വികസനങ്ങൾ ആവശ്യമുണ്ടോ എന്നറിയാനായി ആണ് ഈ ഫോൺ കോൾ. വിജയകുമാരോട് സംസാരിച്ചോളൂ. ഹലോ, വിളിച്ചോളൂ. ഹലോ. അതെ. നമ്മള് ഇത് കഴിഞ്ഞ 4.25 കൊല്ലം കൊണ്ടേ ഒരു വലിയ പ്രവൃത്തി കൗൺസിലർ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും നടപ്പിലാക്കാനും വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. അതോടൊപ്പം നമുക്കിനി വേണ്ടി വരുന്നത് അവിടെ ഈ ഡ്രെയിനേജിന്റെ ഒരു സംവിധാനം കൂടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി കഴിയേണ്ടതായിരുന്നു. അപ്പൊ അതിനെ നമ്മള് അന്വേഷിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് പമ്പിംഗ് സ്റ്റേഷന്റെ കുറച്ച് അസൗകര്യങ്ങളുണ്ട് എന്നുള്ളതാണ്, സ്ഥലപരിധി ഉണ്ട് എന്നുള്ളതാണ്. അത് ഈ റീസർവേയുടെ ഭാഗമായിട്ട് എവിടെയെങ്കിലും പമ്പിംഗ് സ്റ്റേഷന് ആവശ്യമായ സ്ഥലം കിട്ടുകയാണെങ്കിൽ അതും കൂടി നിലവിലെ MLA ആയിട്ട് ആലോചിച്ചുകൊണ്ട് നടപ്പിലാക്കാനുള്ള ഒരു പ്രവൃത്തി കൂടി കൗൺസിലർ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ചില കാര്യങ്ങളിൽ ഈ കഴിഞ്ഞ മഴക്കാലത്ത് നമുക്ക് വെള്ളക്കെട്ടില്ലാത്ത ഒരു വാർഡാക്കി നമ്മളെ വാർഡിനെ മാറ്റാൻ കഴിഞ്ഞതും മാലിന്യമുക്ത വാർഡാക്കി മാറ്റാൻ കഴിഞ്ഞതും അതേപോലെ തന്നെ പുതിയ കമ്മീഷന് കൺവെൻഷൻ സെന്റർ നടപ്പിലാക്കാൻ കഴിഞ്ഞതും അതേപോലെ തന്നെ PHC ഹെൽത്ത് സെന്റർ സ്ഥാപിച്ചതെല്ലാം കൗൺസിലറുടെ വലിയൊരു പരിശ്രമമുണ്ട് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി ഈ അവസരത്തിൽ അറിയിക്കുക. ഓക്കെ ഷാജി, വിളിച്ചതിൽ വളരെ സന്തോഷം, നന്ദി. ഓക്കെ മാഡം, അപ്പോ ഒരുപാട് വികസനങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇത് എന്താണ് മാഡത്തിന് പറയാനുള്ള ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ? എന്തെങ്കിലും പരിഭവം വല്ലതും ഉണ്ടോ? പരിഭവം എന്ന് പറയുന്നത് കരിയൽ തോടാണ് നമുക്ക് പ്രശ്നമാവുന്നത്. കരിയൽ തോട് ഇടയ്ക്കിടയ്ക്ക് പായലൊന്നും വാരിയില്ലെങ്കിൽ വെള്ളത്തടസ്സം വരാറുണ്ട്. ഇപ്പം 2 കൺവെർട്ട് ചെയ്ത് പിന്നെയാണ്, അതായത് മുമ്പ് അത് 2 കുഴലായിരുന്നു ഈ ഓരോ പാലത്തിൻ്റെ അടിയിൽ 2 കുഴൽ വെച്ചിരുന്നു. അപ്പം ഈ കുഴൽ വർഷങ്ങളായി നമ്മൾ സൈഡിലൊക്കെ ചെളി വാരിയാലും ഈ കുഴലിനകത്ത് ചെളി അടഞ്ഞിരുന്നത് കാരണം വെള്ളത്തിന് സുഗമമായിട്ട് പോകാനുള്ള ഒരവസ്ഥയല്ലായിരുന്നു. ഇപ്പം ആ 2 കൺവെർട്ടർ ഉയർത്തി ചെയ്തപ്പോഴത്തേക്ക് ആ 2 കുഴലും മാറ്റിയിട്ട് ചെയ്തപ്പോഴത്തേക്ക് വെള്ളം ഒഴുകുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇറിഗേഷൻ വന്ന് നമുക്ക് ഈ പായൽ കോരാനും ചെളി കോരാനുള്ള സംവിധാനം എത്തുന്നുണ്ട്. പക്ഷേ അത് വരുന്ന ഒരു അപാകത എന്ന് പറയുന്നത് മഴ സീസൺ ആകുമ്പോഴായിരിക്കും നമുക്ക് ഈ ഫണ്ട് അനുവദിക്കുന്നത്. അപ്പോൾ ഈ ചെളി കോരി വരുമ്പോഴത്തേക്ക് ചെളിയുടെ പകുതിയും താഴോട്ട് പോകും, വെള്ളത്തിൽ പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു പാളിച്ച അതിനകത്ത് വരുന്നുണ്ട്. അത് ഞാൻ പല പ്രാവശ്യവും ഈ പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും 2-3 പ്രാവശ്യം ഞാൻ വന്നേ പിന്നെ 3 പ്രാവശ്യം നമുക്ക് വലിയ ഫണ്ട് അനുവദിച്ചു. ഒരു പ്രാവശ്യം ഒരു 55 ലക്ഷം രൂപ അനുവദിച്ചു തന്നു, പ്രാവശ്യം ഒരു 35 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്തു. അല്ലാതെ പിന്നെ ഓരോ വർഷം തോറും ആറ്റുകാൽ പൊങ്കാലയോടെ ഒന്നിച്ചൊരു 10 ലക്ഷം രൂപ വീതം അനുവദിക്കും. അപ്പം അത് നമുക്ക് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് അത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് വലിയ വർക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എൻ്റെ വാർഡിൻ്റെ ഒരു 3/4 ഭാഗം ഇങ്ങനെ കറങ്ങിക്കിടക്കുകയാണ് ഈ കരിയൽ തോട്. വെള്ളത്താൽ ചുറ്റപ്പെട്ട ദ്വീപ് പോലെയാണെന്നാണ് വിജയകുമാരി പറയുന്നത്. കാരണം കരിയൽ തോട് ആണ് നമുക്കൊരു എന്താ പറയുക, ഒരു ഭീഷണി എന്ന് തന്നെ പറയാം. അത് ശരിക്കും മുമ്പൊക്കെ പറയുന്നത് വർഷങ്ങൾക്ക് മുന്നൊക്കെ ആൾക്കാർ കുളിച്ചുകൊണ്ടിരുന്ന ഒരു തോടായിരുന്നു. ആ തോട് ഇപ്പം ദയനീയ അവസ്ഥയിലാണ്. കാരണം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ്. കാരണം ഡ്രെയിനേജും എല്ലാം അതിനകത്ത് നിന്ന് കറുകറാണ്. അതിനകത്തുള്ള വെള്ളം എന്ന് പറയുന്നത് കറുത്ത കളറാണ്. അപ്പം ആ രീതിയിലാണ് ഇപ്പം അത് ഒഴുകുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കാൻ വേണ്ടത് ഒരു കാര്യങ്ങൾ, നമ്മൾ അവിടെ എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തു, എത്ര മെയിൻ്റനൻസ് ചെയ്തു, അതിൻ്റെ ഒരു കണക്കൂടൊപ്പം കിട്ടിയാൽ കൊള്ളാം. സ്ഥലവും വീടുമായിട്ട് നമ്മൾ കൊടുത്തത് 28 പേർക്ക് കൊടുത്തിട്ടുണ്ട് 5 വർഷത്തിനിടയിൽ എൻ്റെ വാർഡിൽ. അത്രേ കൊടുത്തുള്ളൂ. കാരണം 4 പേർക്ക് ഒരു വർഷം കിട്ടുള്ളൂ. ഒരു 2 ഷെഡ്യൂൾ കാസ്റ്റിനും 2 ജനറൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം ചിലപ്പോൾ ഈ 2 എന്ന് പറയുന്നത് 3 പേര്, എന്നാൽ 28 പേർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥലമുള്ളവർക്ക് വീട് വയ്ക്കാൻ 35 പേർക്ക് വരെ കൊടുത്തിട്ടുണ്ട് ഞാൻ. എല്ലാവരും വീട് വെച്ച് കഴിഞ്ഞു? എല്ലാവരും വീട് വെച്ച്. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും
സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at my own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിലെത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ് ഗ്രൂപ്പ്. ടിംബാഗ് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണം. Pitapilli Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. കമലേശ്വരത്തെ പ്രിയങ്കരിയായ കൗൺസിലർ വിജയകുമാരി ഞങ്ങളോടൊപ്പം ഉണ്ട്. വികസനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോ അവിടെ ഇനി കൂടുതലായി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാനായി വിജയകുമാരി കാത്തിരിക്കുകയാണ്. സംസാരിക്കാം. ഹലോ, വിളിച്ചോളൂ. ഹലോ. പറഞ്ഞോ സാർ. അപ്പോഴേ നമുക്ക് ഇപ്പോ കമലേശ്വരത്തുനിന്ന് നമ്മുടെ പുതിയ റോഡ് ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് പിന്നെ ഹൈവേ വരെ നല്ല രീതിയിൽ എത്തിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഇനിയിപ്പോ ചെയ്യണം. ആ വർഷം ചെയ്യണം. പിന്നെ അതുപോലെ മിക്കവാറും എല്ലാ റോഡുകളൊക്കെ നമ്മൾ ഇപ്പോ നന്നാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലീനിങ്ങും അതിന്റെ ഒരു മെയിൻ്റനൻസും ഒക്കെ ഒന്ന് നമ്മൾ ഇനി ഒന്ന് ശ്രദ്ധിക്കണം. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്നാലും അത് കുറച്ചുകൂടി ഒന്ന് കാര്യക്ഷമമാകണം. ഇടയ്ക്ക് എല്ലാ റോഡുകളിലൊക്കെ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പൊ അതൊന്ന് ഒഴിവാക്കാനുള്ള ഒരു നടപടിയും എടുക്കണം. വേറെ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ? ഇല്ല, വേറൊന്നുമില്ല. നമ്മളിപ്പോ നല്ല രീതിയിൽ അവിടെ വികസന പ്രവർത്തനം നടക്കുന്നുണ്ട്. കമലേശ്വരം വാക്കില്ലേ. ശരി. അപ്പൊ താങ്കളുടെ പേരൊന്ന് പറയാമോ? താങ്കളുടെ പേരൊന്ന് പറയാമോ? എന്റെ പേര് മോഹൻകുമാർ. മോഹൻകുമാർ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ മാഡം, നമുക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് വികസനങ്ങൾ കൂടെ മാഡത്തിന് പറയാനുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് പറയാമോ? വികസനം എന്ന് പറയുന്നത് മിക്കവാറും എല്ലാ റോഡുകളും ഞാൻ ഇട റോഡുകളെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ അവിടെ വെള്ളക്കെട്ടുള്ളത് കൊണ്ട് ടാറ് ഇട്ടാൽ കൂടുതൽ കാലം നിൽക്കില്ല. കാരണം ഞാൻ കയറിയ പിന്നെ തന്നെ ഒരേ റോഡിൽ തന്നെ 2 പ്രാവശ്യം ഞാൻ
ടാറിട്ട് അത് ദയനീയാവസ്ഥയാണ്. കാരണം വെള്ളക്കെട്ടുള്ളതുകൊണ്ട് ഈർപ്പമുള്ളത് കൊണ്ട് ടാറ് നിലനിൽക്കുന്നില്ല, പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇപ്പം എല്ലാം ഇന്റർലോക്കാണ് ഇടുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 8 കോടി അനുവദിച്ചിട്ടുണ്ട് സ്കൂളിന് വേണ്ടിയിട്ട്. സ്കൂള് പൊളിച്ച് പണിയാൻ വേണ്ടിയിട്ട്. കാരണം ആ സ്കൂളിൽ കുറച്ച് പഴക്കമുള്ള ക്ലാസ് റൂമുകളാണ്. അപ്പോൾ ആ കെട്ടമൊന്ന് പൊളിച്ചിട്ട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട്, പുതുക്കിയല്ല പൊളിച്ച് പണിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് 8 കോടി അനുവദിച്ചിട്ടുള്ളത്. വേറെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പൈപ്പ് ലൈനെ കുറിച്ച് നമുക്ക് 1-2 പേര് അങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ പണിയൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ടോ അതോ പിന്നെ തുടരുമോ, എങ്ങനെയാണ്? ഇല്ല, പൈപ്പിന്റെ ലൈൻ എല്ലാം ഫിനിഷ് ആയിട്ട്. അല്ല സോറി, ഗ്യാസ് ലൈനെ കുറിച്ച്. ഗ്യാസ് ലൈൻ വന്നിട്ട് ഏകദേശം ഒരു 50% പോലും ആയിട്ടില്ല. നമ്മുടെ വാർഡിനകത്ത് കൊടുത്തൊരു 30% ആവുമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ആ 30% കൊടുത്തവർക്കെല്ലാം ഗ്യാസ് കണക്ഷനും കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇവർക്ക് 1 മീറ്റർ അങ്ങോട്ട് ആഴ്ചയിൽ കുഴിയെടുക്കണം. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് വെള്ളക്കെട്ട് ഉണ്ട്, വെള്ളം കാണുന്നുണ്ട്. ആ അവസ്ഥ ആയതുകൊണ്ടാണ് ഇവർ പണി പൂർത്തീകരിക്കാതെ ഇങ്ങനെ വഴിയിലിട്ട് പോകുന്നൊരവസ്ഥയായിരിക്കുന്നത്. ഏജൻസി ഇത് തന്നെ 3 പേരാറ്റം കോൺട്രാക്ടർ ബേസിൽ വന്നു, അവർ കളഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഇവർ പണി ചെയ്തപ്പം പല റോഡുകളും പൊളിച്ചിട്ടിട്ട് പോയ ഒരവസ്ഥയായിരുന്നു. പിന്നെ അതൊക്കെ റിക്കവർ ചെയ്ത് നമ്മൾ ഫണ്ട് വാങ്ങിച്ച് ഞാൻ അത് പുതിയ റോഡുകൾ ഇടുകയാണ് ചെയ്തത്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. കമലേശ്വരത്തെ പ്രിയങ്കരിയായ കൗൺസിലർ ഞങ്ങളോടൊപ്പം ഉണ്ട്, വിജയകുമാരി. വികസനത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത്, ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഞാനും വിജയകുമാരി അടുത്തുണ്ട്, അവിടെ ഇനി എന്താണ് കൂടുതൽ വികസനങ്ങൾ വേണ്ടത്? വിജയകുമാരിയോട് സംസാരിക്കാം. ഹലോ. ഹലോ, നമ്മുടെ പറയൂ. നമ്മുടെ വാർഡില് നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് നമ്മളൊരു കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചായിരുന്നല്ലോ. അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. അതായത് പാവപ്പെട്ട ജനങ്ങൾക്കും BPL കുടുംബങ്ങൾക്കും വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ നമുക്കത് കൺവെൻഷൻ സെന്ററുകൾ കൊടുക്കാൻ സാധിക്കുന്നു. അതുപോലെ BPL കുടുംബങ്ങൾക്ക് അതിൽ നിന്ന് നമ്മളിപ്പം കൊടുക്കുന്ന റേറ്റിൽ നിന്നും പ്രത്യേക ഇളവുകൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിന് പുറമെ നമ്മൾ പുതിയതായിട്ടൊരു ഹെൽത്ത് സെന്റർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രം നമ്മൾ തുടങ്ങാൻ സാധിച്ചു. അത് ഇതൊരു ഉദ്ഘാടനമായിട്ടില്ലെങ്കിലും അത് നമ്മുടെ കമലേശ്വരം വാർഡിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പിന്നീട് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് റോഡുകൾ നമുക്ക് പുതുക്കി പണിയുന്നതിനും പുതിയ ഇടറോഡുകൾ ഇന്റർലോക്ക് ചെയ്യാനും സാധിച്ചു. പല ഇടറോഡുകളും വെള്ളക്കെട്ടുകളായി കിടന്നതെല്ലാം നമ്മൾ നികത്തി അത് ഇന്റർലോക്ക് ചെയ്യാൻ സാധിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് പ്രത്യേകിച്ചുള്ള ഓട നിർമ്മാണം, പിന്നെ ഈ മഴക്കാല ശുചീകരണം, വളരെ നല്ല രീതിയിൽ നമ്മൾ മഴക്കാല ശുചീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയതായിട്ടുള്ള ഓട നിർമ്മാണങ്ങളും പഴയ ഓടകൾ പുതുക്കി പണിയുന്നതിനും അതും നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഈ തെരുവ് നായ ശല്യം ഇപ്പം ചെറുതായിട്ട് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലായിടത്തും രാത്രി കാലങ്ങളിൽ ഭയങ്കര ശല്യമാണ്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നീട് ഒരു കാര്യം, നമ്മുടെ ഡ്രെയിനേജ് ഫെസിലിറ്റി, നമുക്ക് ഈ ഡ്രെയിനേജ് നമുക്ക് പാലക്കാട് MLA റോഡിന്റെ തുടക്കം വരെ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയാം, MLA ആയിട്ട് ചേർന്ന് നടത്തുന്നുണ്ടെന്ന് അറിയാം. എന്നാലും അതിനൊരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരു വളരെ നല്ല കാര്യമായിരിക്കും. പിന്നീട് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്തത് മാഡം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വളരെ കാലമായിട്ട് നിവാസികൾക്ക് വോൾട്ടേജ് ക്ഷാമം ഉണ്ടായിരുന്നത് ഒരു 6 മാസം കൊണ്ട് ഒരു ട്രാൻസ്ഫോമർ അവിടെ നിക്ഷേപിക്കാൻ സാധിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. അതിനായിട്ട് മാഡം ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കാണാനും MLA കാണാനും എല്ലാത്തിനും നമ്മളവിടെ നല്ല രീതിയിൽ സഹായിച്ചായിരുന്നു. അത് ആ ട്രാൻസ്ഫോമർ വന്നതിന് ജനങ്ങൾക്ക് വളരെ നല്ല കാര്യം. വോൾട്ടേജ് ക്ഷാമം ഇത് ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ട്. പിന്നീട് ഇനി ഒരു സെക്കൻഡ് പേരെന്ന് പറയോ? എന്റെ പേര് പ്രവീൺ സംസാരിക്കും. എന്താ? ഹലോ പ്രവീണ്, പട്ടിശല്യത്തിന്റെ കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള വേറെന്താ പറഞ്ഞത്, ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത് അത് നമുക്ക് അനുവദിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങളുടെ, അതായത് കമലേശ്വരം വാർഡിൻ്റെതും കളിപ്പാങ്കുളത്തിൻ്റെതും ഉടനെ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേയർ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നന്ദി, താങ്ക് യു. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വാർഡിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. ഇനിയും വരുന്ന കാലങ്ങളിൽ
ജനങ്ങളെ സേവിക്കുവാനുള്ള ഒരു ആരോഗ്യവും ആയുസ്സും വിജയകുമാരിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreationstv@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.